ദ വേ ബൈ കല്യാണിക്ക് സപ്പോർട്ടായിട്ട് ഹെലൻ സ്പാട്ട വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികം. കാരണം പ്രൊഡക്റ്റ് പ്രൊമോഷനൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് പിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. വേറെ വഴിയില്ല. നമ്മുടെ ഗാർ സോപ്പിന്റെ പ്രൊമോഷനൊക്കെ ഹെലൻ സ്പാട്ട എടുത്ത് ചെയ്ത സ്ഥിതിക്ക് ഇനിയിപ്പം അടുത്തതായിട്ട് പ്രൊമോഷൻ ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഏതേലും ഒരു കാലഘട്ടത്തിൽ സ്വയമായിട്ട് പണി വാങ്ങിക്കുമ്പോ അവരും കൂടെ തിരിച്ചൊന്ന് കൊത്തിക്കഴിഞ്ഞാൽ ഭയങ്കര മോശല്ലേ അല്ലേ? അതാലോചിച്ചായിരിക്കണം വന്നിട്ട് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. കുറച്ച് ദിവസമായി വീഡിയോസ് കാര്യങ്ങൾ ഇട്ടിട്ട് തിരക്കായിട്ടുള്ള കാരണങ്ങൾ ഇടാണ്ടിരുന്നത്. അപ്പോ എന്റെ ഫീൽഡിൽ ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത് മൈ വേ ബൈ കല്യാണി ഒരു കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്ന ഒരു വ്യക്തി വീട്ടിൽ പോയിട്ട് അവർക്ക് ഉണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്തതിന് ഭയങ്കരമായിട്ട് ആൾക്കാർ ട്രോളുന്നതും നെഗറ്റീവായിട്ട് അത് ചിത്രീകരിക്കുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു കല്യാണി, ഏതോ ഒരു ക്ലിനിക്ക്, കല്യാണിനും അറിഞ്ഞൂടാ ക്ലിനിക്കിനും അറിഞ്ഞൂടാ, എന്നിട്ട് സപ്പോർട്ടായിട്ട് വന്നേക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. ആൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് അതിന്റെ ഇൻഫെക്ഷനും കാര്യങ്ങളും ഒക്കെ സ്കിന്നിൽ വന്നിട്ട് 7 മാസമായിട്ട് ആളിത് പറഞ്ഞില്ല. ആൾക്കാരോട് ഇത് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞില്ല. കൊറേ ക്രീമുകള് ഒരുമിച്ച് വാരി തേച്ച് സ്കിന്ന് ഡാമേജ് ആയിട്ട് അത് പുറത്ത് പറയാതെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുത്തു. ഇതേ പ്രൊഡക്റ്റ് ആണ് ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് യൂസ് ചെയ്യുന്നത്. അവരോട് പോലും ഒരു രീതിയിലും ഒരു എത്തിക്സോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റോ ഇല്ലാത്ത പരിപാടിയാണ് ഇവര് കാണിച്ചത്. അതാണ് ഇവിടുത്തെ ചർച്ച, അതാണ് ഇവിടുത്തെ പ്രശ്നം. കണ്ട കെമിക്കൽ ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് സ്കിൻ ഡാമേജ് ആയിട്ടുണ്ടെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എന്റെ സ്കിന്ന് ഡാമേജ് ആയിട്ടുണ്ട്, നിങ്ങളത് യൂസ് ചെയ്യരുത് എന്ന് വന്ന് പറയാനുള്ള കോമൺ സെൻസോ മര്യാദയോ ഇവര് കാണിക്കണം. ഇതൊന്നും ഇവര് കാണിക്കുന്നില്ല. കുറെ പ്രൊഡക്റ്റ് തേക്കുന്നതുകൊണ്ട് അതിൽ ഏത് പ്രൊഡക്റ്റ് വഴിയാണ് ഡാമേജ് ആയത് എന്ന് പോലും ഇവർക്ക് അറിയാൻ ചാൻസ് ഇല്ല. അത് വേറെ കാര്യം. ആൾക്കാരെ പറ്റിക്കുന്നു, ആനയാണ്, ചേനയാണ്, ചെരങ്ങയാണെന്നൊക്കെയാണ് നിങ്ങളുടെ വിഷയം. ഓക്കെ, നമുക്ക് പിന്നെ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ ഹെൽനെ. കാരണം കുറെ പ്രൊഡക്റ്റ് നമ്മളും പ്രൊമോഷൻ എന്ന പേരിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ശരി, ഞാൻ കുറെ പ്രൊഡക്റ്റുകൾ അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരും ഈ വേ ബൈ കല്യാണി ആവട്ടെ, പിന്നെ ഗ്ലാമി ഗംഗ ആവട്ടെ, ഈ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആരും തന്നെ ഒരാളുടെയും വീട്ടിൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരെ പേഴ്സണലി വിളിച്ചിട്ടോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിയേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിന് മുന്നിൽ നാളെ സൂര്യൻ ഉദിക്കില്ല എന്നോ നാളെ നിങ്ങളെ തീർത്ത് കളയുന്നു ആരും പറയുന്നില്ല. പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇഫ് യു വോണ്ട് ടു, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്യാം എന്നുള്ളതാണ്. മാർക്കറ്റിൽ ദിസ് പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ. ഓക്കെ, ഏതൊരു ഇപ്പൊ എനിക്ക് എന്റെ സ്കിന്ന് പുച്ഛമാണ് സംസാരത്തിൽ. നിനക്കൊക്കെ വേണമെങ്കിൽ നീ മേടിച്ചാൽ മതി എന്നുള്ള രീതിയിലാണെങ്കിൽ ലിങ്ക് ഞാൻ തരാം, നിങ്ങൾ കമന്റ് ചെയ്താൽ മതി എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഒരു പ്രൊമോഷനിലും ആരും പറയുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അത് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി എന്നാരും പറഞ്ഞിട്ട് കേട്ടിട്ടില്ല. അങ്ങനെ പറയത്തില്ല. കാരണം നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് തരുന്നവരെ തന്നെ നിങ്ങൾക്ക് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും. ആ സ്ക്രിപ്റ്റ് അനുസരിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നതും നിങ്ങൾ വീഡിയോ ചെയ്യുന്നതും. അപ്പോ നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അത് നോക്കിയിട്ട് നിങ്ങൾ മേടിക്കണമെന്ന്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല. റിപ്പയർ ചെയ്യണം അല്ലെങ്കിൽ എന്റെ സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഓടിപ്പോയി ഇവിടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിന്, ഞാൻ പൊതുവെ ചെറുപ്പം തൊട്ടേ കാണിക്കുന്നുള്ളത് ഇവിടെയുള്ള നമ്മുടെ കാസർഗോഡുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറിനെയാണ് എന്റെ സ്കിൻ ഞാൻ കാണിക്കുന്നുള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇഷ്യൂസ് അല്ല എനിക്ക് ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടും വിഷയങ്ങൾ കാര്യങ്ങൾ വന്നിട്ടില്ല. ഇയാൾക്ക് പ്രശ്നം പറ്റിയിട്ടില്ല എന്ന് കരുതിയിട്ട് എല്ലാവരുടെ അവസ്ഥ അങ്ങനെയല്ല. ഈ സാധനം യൂസ് ചെയ്തിട്ട് പണി മേടിച്ച ആൾക്കാർക്ക് പുറത്ത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലിരിക്കുന്ന കല്യാണിയുടെ ആണെങ്കിലും ഹെലന്റെ ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് കാണും. നിങ്ങളെ വിശ്വസിച്ചിട്ടായിരിക്കും അവര് സാധനം പോയി മേടിക്കുന്നത്. അയ്യോ ചേച്ചി ഇത് പറഞ്ഞു, എന്തായാലും ഞാൻ ഒരെണ്ണം മേടിക്കാൻ ഇരിക്കുകയാണ്, അപ്പൊ ചേച്ചി അത് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഇത് മേടിക്കാം എന്നുള്ള രീതിയിൽ അവർ പോയി മേടിക്കുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രസംഗിക്കുന്ന നിങ്ങൾ ആരെങ്കിലും വന്ന് സമാധാനം പറയോ? അല്ലെങ്കിൽ അതിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സക്കുള്ള ട്രീറ്റ്മെന്റുള്ള പൈസ കൊടുക്കുവോ? കൊടുക്കത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള എക്സ്പ്ലനേഷൻ എന്തായിരിക്കും എന്നറിയോ?
ഞാൻ ആരുടെയും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഇത് മേടിക്കണം, ഇത് യൂസ് ചെയ്യണം. നിങ്ങളോട് എന്താ പറഞ്ഞേക്കുന്നേ? ഇതൊരു പ്രൊമോഷൻ വീഡിയോ ആണ് എന്ന് വരെ ഞാൻ മുകളിൽ കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നേ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ മേടിച്ചാ പോരായിരുന്നോ? ഇതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഡയലോഗ്. ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ വിറ്റാമിന്റെ കുറവ്, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇതിനെന്താ പറയാ സൺ ഇത് കാരണം എന്റെ ഫേസിൽ പണ്ട് തൊട്ടേ ഒരു അതൊക്കെ ഞാൻ കാണിക്കുന്നത് ഇവിടെയുള്ള വിഷ്ണുഭട്ട് എന്ന് പറയുന്ന ഡോക്ടറെയാണ്. ഞാൻ ഒരാളുടെയും വീഡിയോ കണ്ടിട്ട് പോയിട്ട് ആ പ്രൊഡക്റ്റ് വാങ്ങി പർച്ചേസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഹാ, അപ്പൊ എല്ലാരും കേട്ടല്ലോ, ഗർസോപ്പിന്റെ അഡ്വർടൈസ്മെന്റ് ഒരാൾ നടന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ വിശ്വസിച്ചോ? അതും ഉടായിപ്പാണ്. അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മുടെ മലയാള സിനിമാ നടൻ മോഹൻലാൽ ഒരു ഐസ്ക്രീമിന്റെ പരസ്യം കിവി ആണെന്ന് തോന്നുന്നു ചെയ്യുന്നുണ്ട്. ഡെയിലി അവരുടെ വീട്ടിൽ ഐസ്ക്രീം അവർ തിന്നുന്നുണ്ട്. അവർ ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളായിരിക്കും, ഐസ്ക്രീമേ കഴിക്കുന്നുണ്ടാവില്ല. പിന്നെ കണ്ണൻ ദേവൻ ചായ, ചിലപ്പോ ഈ ലാലേട്ടൻ ചായ കുടിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല. നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ലാലേട്ടൻ രാവിലെ കണ്ണൻ ദേവൻ ചായ കുടിച്ച് രാത്രി ഉറങ്ങുമ്പോൾ കിവിന്റെ ഐസ്ക്രീം വെച്ച് ഡെസേർട്ട് നിന്ന് ഡെയിലി കിടക്കുന്ന ആളാണെന്നാണോ? ഇനി നെക്സ്റ്റ് നമ്മള് ക്രിക്കറ്റ് താരം മഹേന്ദ്ര സിംഗ് ധോണി. ക്രിക്കറ്റ് ഇതുവരെയും കളിച്ചത് പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുന്നേ ബൂസ്റ്റ് കലക്കി കുടിച്ചിട്ടായിരിക്കും, ആ എനർജിക്ക് വേണ്ടിയിട്ട്. പിന്നെ ചന്ദ്രികേന്റെ പരസ്യം ചെയ്തിട്ടുള്ള അമല പോള്, കീർത്തി സുരേഷ്, ഇവരൊക്കെ ചന്ദ്രിക സോപ്പിട്ടിട്ടാണ് കുളിക്കുന്നത്. ഇവരാരും വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി, ലിങ്ക് ഞാൻ അയച്ചു തരാം എന്ന് പറയുന്നില്ല. ഈ പണത്തിന് മീതെ പരുന്ത് പറക്കില്ല എന്നാണല്ലോ. പരുന്ത് പറക്കും, പരുന്ത് പറക്കുന്നതിന് താഴെ പണം വെച്ചാൽ മതി, പരുന്ത് പറക്കും. ഓക്കെ. ഈ ഗർസോപ്പിന്റെ കാര്യം അല്ലെങ്കിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ കാര്യം ഒന്നിനും കൊള്ളാത്ത ഒരു വൃത്തികെട്ട പ്രൊഡക്റ്റ് ആണ്. കാരണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് നല്ല ബോധമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ടാൻ മാറും തേങ്ങയാണ്, മനസ്സിലായോ? പിന്നെ പ്രൊമോഷന്റെ കാര്യം, മാന്യമായിട്ട് അതിൽ എന്താണ് പ്രശ്നം, എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിന് ഇവിടെ ആരും തടയുന്നില്ല. പക്ഷേ കുറെ കെമിക്കൽസ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ ഇത് തേക്കും, നിങ്ങൾ വെളുക്കും, നിങ്ങൾ ഓറഞ്ച് പോലെയാവും അല്ലെങ്കിൽ ആപ്പിള് പോലെയാവും എന്നൊക്കെ പറയുന്ന ആൾക്കാരോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ സ്വയം വാരി തേക്കുക. എന്തിനാ ഇത് കൊണ്ടുവന്നിട്ട് പൈസയും മേടിച്ചിട്ട് ബാക്കിയുള്ള ആൾക്കാരെ ജീവിതം കൂടി നശിപ്പിക്കാൻ നോക്കുന്നത്? നിങ്ങളെ വിശ്വസിച്ചിട്ടായിരിക്കും കുറെ ആൾക്കാര് നിങ്ങളുടെ ചാനലിൽ നിൽക്കുന്നത്. നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുന്ന നേരം അല്ലെങ്കിൽ നിങ്ങൾ വന്നിട്ട് ഇന്ന പ്രൊഡക്റ്റ് തേച്ചാൽ ഇന്ന പോലെ ആയിരിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരത് മേടിക്കും. അപ്പൊ പിന്നെ നിങ്ങള് കൂടുതൽ ഡയലോഗ് പറയരുത്, ഞങ്ങളുടെ ആരുടെയും വീട്ടിൽ കൊണ്ടുവന്ന് പറയുന്നില്ല എന്നുള്ളതൊക്കെ. നിങ്ങൾ വിശ്വസിക്കുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് അത് മേടിക്കും, യൂസ് ചെയ്യും. അതുകൊണ്ട് ദയവേത് തെണ്ടിത്തരം കാണിക്കരുത് പൈസ മേടിച്ചിട്ട്. ശരിയെന്നാ.